ഇത് അർച്ചന. ആളുടെ അമ്മ ഒരു 9-10 വർഷമായിട്ട് നമ്മുടെ ഫിറ്റ്നസ് സെൻ്ററിൽ വർക്ക് ചെയ്ത ആളാണ്. അദ്ദേഹം സ്ട്രോക്ക് ഒന്ന് മരിച്ചായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നല്ലൊരു പാർട്ട്ണറെ കിട്ടി അദ്ദേഹത്തെ ഏൽപ്പിക്കണം എന്നുള്ളത്. ഞാൻ ഏൽപ്പിക്കുകയാണ്. പൊന്നുപോലെ നോക്കിക്കോ. തീർച്ചയായിട്ടും നോക്കൂലേ? നോക്കും നോക്കാം. ആളെ പരിചയപ്പെടുത്താം. പരിചയപ്പെടുത്തു. സിജോ ബിസിനസ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെറിയൊരു ഡ്രൈവറും കൂടെ ഉണ്ട്. നാട്ടിലൊരു പുലിയാണ്. അപ്പോഴെന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്? എനിക്ക് ഈ അവസരത്തിൽ അമ്മയില്ലാത്തൊരു അങ്ങനെ ഉണ്ടാവും. അതല്ല മാത്രമാണ് എൻ്റെ ഏറ്റവും അമ്മ എല്ലാം കാണല്ലോ അടിമോളി ഇരുന്ന് അല്ലേ? പിന്നെന്താ കരയില്ലേ കരയില്ലേ? അച്ഛനെന്താ ചെയ്യുന്നത്? അച്ഛൻ കൂലിപ്പണിയാണ്. കുഴപ്പമൊന്നുമില്ല. എന്താ പറയാനുള്ള ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള നിമിഷം അടിപൊളി. അച്ഛനേത് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ? അച്ഛനെ അച്ഛയുടെ ചിരിയാണ് എനിക്കിഷ്ടം. ശരിക്കും തോന്നുന്നു. കരച്ചിൽ മാറ്റി ചിരിക്കും. അതെ ചിരിക്കുക. അച്ഛന് നല്ലൊരു ആർട്ടിസ്റ്റായിരുന്നു. ഫിലിംസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ആൽബം ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മ പോയി തന്നെ കുടുംബത്തിൻ്റെ ബാധ്യത മൊത്തം ആളുടെ എല്ലായിരുന്നു. അന്നോട്ടാണ് ആൾ കുടുംബം എന്താണെന്ന് അറിയാൻ തുടങ്ങിയത്. അനിയത്തിണ്ടായിരുന്നു. ആളുടെ കല്യാണം കഴിഞ്ഞാണ്. ആൾക്ക് മകളുണ്ടായിരുന്നു, കുട്ടിയുണ്ടായിരുന്നു. അവരൊക്കെ നമ്മളെല്ലാവരും ആൾ പൊന്നു പോലെ നോക്കിയിട്ടുണ്ട്. ഞാൻ കൂടെ നിന്നുകൊണ്ട് സത്യം പറഞ്ഞ ലൈഫിൽ ഒരുപാട് അനുഭവിച്ചിരുന്ന ആളാണ്. നല്ലൊരു ആളെ കിട്ടിയ എനിക്ക് സന്തോഷമുണ്ട്. ലവ് വിത്ത് അറേഞ്ച്. എങ്ങനെയായിരുന്നു നിങ്ങൾ കണ്ടുമുട്ടിയത്? അങ്ങനെ ഓൺലൈൻ വഴിയൊക്കെ അങ്ങനെ കണ്ടുമുട്ടി. ഒരു വീട് നോക്കാൻ പോയതാണ്. ഒരു വീട് വാങ്ങിക്കാൻ പോയത് അർച്ചനയ്ക്ക്. എനിക്ക് കൺസ്ട്രക്ഷൻ ഫീൽഡാണ്, പിന്നെ റിയൽ എസ്റ്റേറ്റും ഉണ്ട്. അതിനകത്തൊരു വീട് നോക്കാൻ വന്ന് പരിചയപ്പെട്ട് ഞങ്ങൾ പിന്നെ അങ്ങനെ സെറ്റായി. സെയിം വൈബാണോ? എങ്ങനെയാണ്? ഒരു കഴിഞ്ഞ ദിവസം ഇങ്ങനെ മറ്റേ ഫാഷൻ ഷോ മറ്റേ നമ്മുടെ ബ്രൈഡലിൻ്റെ ഒരു 50 പെൺകുട്ടികളുടെ ബ്രൈഡൽ മേക്കപ്പിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് നമ്മൾ ഇഷ്ടപ്പെട്ടായിരുന്നു പ്രോഗ്രാം. പിന്നെ അടിപൊളി പരിപാടിയായിരുന്നു. അപ്പോൾ അവരോട് വീണ്ടും മോഡലിംഗ് ചെയ്യാൻ പറയണം അല്ലേ? ചെയ്യണം. തീർച്ചയായിട്ടും ചെയ്തോട്ടെ. എനിക്കൊരു പരാതിയില്ല, അനുഭവങ്ങളില്ല. ഞങ്ങൾക്ക് തന്നെ നിർത്തിച്ചതാ വേണ്ടെന്ന് പറഞ്ഞില്ല. അവരുടെ ആഗ്രഹങ്ങളൊന്നും നമ്മൾ എതിർക്കാൻ നിൽക്കുന്നില്ല. അവർക്ക് താല്പര്യമുള്ള കേസുകൾ തീർച്ചയായിട്ടും അവർ ചെയ്യട്ടെ. ഹാപ്പി ആയിട്ടിരിക്കട്ടെ. ആദ്യം ആരാ പ്രണയം പറഞ്ഞു? ഞാൻ പറയില്ല, നീ പറഞ്ഞു. ഞാനാ പറഞ്ഞേ. ഓക്കെ. അപ്പം എന്തായിരുന്നു റെസ്പോൺസ്? എനിക്കിഷ്ടമായിരുന്നു. പറയാൻ കേൾക്കാൻ കൊതിച്ചിരുന്ന വാക്കുകൾ നമ്മൾ കേട്ടു, സന്തോഷമായി. വളരെ റെയറായിട്ട് കിട്ടുന്ന ഒരു ഭാഗ്യം പെൺകുട്ടികൾ ഇങ്ങോട്ട് തീർച്ചയായിട്ടും പറയുമെന്ന് വെയിറ്റ് ചെയ്ത് പറയാതെ അവസാനം പറഞ്ഞു പോയതാണ്. ചേട്ടൻ പറയുമെന്ന് വെയിറ്റ് ചെയ്തിരുന്നോ? ഇല്ല. നമുക്ക് സംസാരിക്കുമ്പോൾ അറിയാലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണെന്നുള്ളത്. അതിലൊരാൾ ആദ്യം പറഞ്ഞു, അതുപോലെ ഞാൻ അക്സെപ്റ്റ് ചെയ്തു. പിന്നെ ആലോചന കാര്യങ്ങൾ വീട്ടുകാരൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് സംസാരിച്ച് ബാക്കി ഇന്ന് ഇവിടം വരെ എത്തി. ഈ നിമിഷം വരെ ഞങ്ങൾ അടിപൊളി ഹാപ്പി. നാളെ ഇതിലും കൂടുതൽ ഹാപ്പി ആയിരിക്കും. അന്ന് ഇന്നും എന്നും ഒരുപോലെ ആയിരിക്കും. പ്രേക്ഷകരോട് എന്താ പറയാനുള്ള? എന്താ പറയാ, നമ്മുടെ അടിപൊളി ജീവിതത്തിന് എല്ലാവരുടെയും സപ്പോർട്ട്. ഇന്ത്യയുടെ കല്യാണം കഴിഞ്ഞ് കാണുന്ന ആഗ്രഹമില്ലേ? പിന്നല്ലേ, തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് അതിനുള്ള പരിപാടികൾ ഞങ്ങൾ തുടങ്ങും. എവിടെയെങ്കിലും വീട് കാണിക്കാൻ കൊണ്ടുപോയാലോ? നല്ലൊരു കാര്യമായിരിക്കും. ഒരു വീടോടെയും കാണാൻ പോണേ. നമുക്ക് ശരിക്കും പറഞ്ഞാലേ നമുക്ക് എന്താ പറയുക, കല്യാണം എന്നൊക്കെ പറഞ്ഞൊരു സമയമാണ്, ടൈമാണ്. ടൈം കല്യാണം പെട്ടെന്ന് കല്യാണം നടന്നു. നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് വന്നത്. നമുക്ക് തോന്നിയ നല്ല കാര്യങ്ങളാണ് നമ്മൾ അതുപോലെ ഫോർവേഡ് ചെയ്തു. കട്ടയ്ക്ക് കൂടെ നിന്നു. ഇവിടെ ചങ്ക് സത്യം ഉള്ളി തൊട്ടി പറയാനാണ്. ഇതുപോലൊരു കൂടെ നിന്ന മനുഷ്യനാരില്ല. അങ്ങനെ എന്താ പറയുക, നമുക്കിത് ആളെ കൊടുത്താലും കൊല്ലുപോലും നോക്കുമെന്ന് നമ്മുടെ മനസ്സിൽ തോന്നിയില്ല. അത് വളരെ സന്തോഷമുണ്ട്. സത്യം പറഞ്ഞാൽ ചുമ്മാ പറഞ്ഞല്ല, മനസ്സിൽ തെറ്റി പറഞ്ഞു.
ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ചേട്ടാ. അങ്ങനത്തെ ഓഡിറ്റോറിയത്തിൽ പരിപാടി ഉണ്ടാവും. അവിടെ മറ്റേ ബ്ലാന്തേറ ഇവിടെ 1 കിലോമീറ്റർ ഉള്ളൂ. ഇവിടെ